ബോറടിച്ച് പണ്ടാരും അടങ്ങിയിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പോഴാണ് നമ്മുടെ ചങ്ക് വിളിച്ചിട്ട് നമുക്ക് ദുബായ് മാളിലേക്കൊക്കെ ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചത്. വളരെ സന്തോഷത്തോടുകൂടി സമ്മതം അറിയിച്ചു. ആളപ്പോൾ വണ്ടിയും കൊണ്ട് വന്ന് എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി കേട്ടോ. നമ്മൾ ആദ്യം പോയത് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. എന്നിട്ട് ഞാനൊരു ചട്ടിച്ചോറ് കഴിച്ചു. ആളൊരു ഫിഷ് ഫ്രൈ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഡയറ്റിങ്ങിലാണ് എങ്കിലും തൽക്കാലം ഡയറ്റിങ് അങ്ങ് ചീറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിയാണ് ഇത് കണ്ടത്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം എനിക്ക് താഴെ വരെ വന്നതാണ്. അപ്പം മുൻകൂട്ടി അത് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറാൻ പറ്റാത്തത്. അപ്പം നമ്മൾ പോകുന്ന പാം ജുമറയിലേക്കാണ് കേട്ടോ. ഏറ്റവും മനോഹരമായ ദുബായിയുടെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് കേട്ടോ ഇത്. അപ്പോൾ ബുർജ് ഖലീഫയിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. ദുബായ് മാളിലേക്കും ബുർജ് ഖലീഫയിലൊക്കെ പോകുന്ന വഴിയാണിത്. അടിപൊളിയാണ് ഇവിടുത്തെ യാത്ര കേട്ടോ. ചുറ്റുപാടുമുള്ള കാഴ്ച ബഹുനില കെട്ടിടങ്ങളും ഏറ്റവും മനോഹരവും ഏറ്റവും വൃത്തിയുമുള്ള ദുബായിയുടെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ കാഴ്ചയെ കണ്ട് ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ബ്ലൂ വാട്ടർ കനാലിലേക്ക് ആണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ബ്ലൂ വാട്ടർ കനാലിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അതാ കാണുന്നത് എന്താണെന്നറിയാമോ? അതാണ് ജെയിൻ വീൽ. നമ്മൾ ആകാശ ഊഞ്ഞാലെന്ന് പറയുന്നത് ജെയിൻ വീലാണ് കേട്ടോ ഇത്. അപ്പം ബ്ലൂ വാട്ടർ കനാലിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദുബായ് മാളിലേക്ക് പോകാനുള്ള വഴി അങ്ങ് പിന്നിട്ടു. സംസാരിച്ചുകൊണ്ട് പോകുന്നത് കാരണം ആ വഴി പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് പോകുന്നതല്ലേ, അപ്പം ബ്ലൂ വാട്ടർ കനാലും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ജസ്റ്റ് അതിലൊന്ന് കറങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ജെയിൻ വീൽ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. എനിക്ക് പേടിയാണ് കേട്ടോ കയറാൻ വേണ്ടി. അപ്പോൾ ഏതായാലും നമ്മൾ വെറുതെ ആ പ്രദേശത്തേക്ക് കയറി ആ എൻട്രൻസിലേക്കൊന്ന് കയറി ഇറങ്ങി ഒന്ന് വരാമെന്ന് കരുതുന്നു. അങ്ങനെ അതിനുള്ളിലേക്ക് കയറി ഇറങ്ങി ഇങ്ങ് പോകുന്നു കേട്ടോ. പിന്നെയും നമ്മൾ തിരിച്ച് യാത്ര തുടരുകയാണ് കേട്ടോ. ദുബായ് മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആൾ ഭയങ്കര തിരക്കിലാണ്. കാരണം ആൾക്ക് ഒരുപാട് ബിസിനസ് ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ഫാമിലി ബിസിനസ് നടത്തുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആളെപ്പോഴും ബിസിയായിരിക്കും. അപ്പം ഞാനിങ്ങനെ യാത്രയെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ പോകുന്നത് ദുബായ് മാളിലേക്കാണ് കേട്ടോ. ദുബായ് മാളിലേക്ക് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ. അപ്പോൾ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കാണാൻ സാധിച്ചില്ല, സമയം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും നമുക്ക് ദുബായ് മാളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ദുബായ് മാളിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞോട്ട് ദുബായ് മാളിൽ എഴുതിയേക്കുന്നത് അത് ക്ലിയർ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ടൊരു സെക്യൂരിറ്റി വഴി ഇങ്ങനെ തിരിച്ചു വിടാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്കൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞേക്കുവാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലുള്ള പാർക്കിങ്ങിലേക്കാണ് നമ്മൾ കയറിപ്പോയത് കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആളിങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. കണ്ടോ ആളുടെ വണ്ടി എത്ര അടിപൊളിയാണെന്ന് നോക്കിയേ. നമ്മൾ ആദ്യം പോയത് ചൈനീസ് മാളിലേക്കാണ് കേട്ടോ. ചൈന മാളിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. ചൈന മാളിൽ ഒരുപാട് ഐറ്റംസൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഒരു പെൺകുട്ടി, അതിമനോഹരിയായ പെൺകുട്ടി അവിടെ ഇരുന്നിട്ട് ചൈനയിൽ നമ്മുടെ പേരെഴുതി തരും. നമ്മളെ പേര് പറഞ്ഞു കൊടുത്താൽ അവർ ചൈന ലിപിയിൽ നമ്മുടെ പേരെഴുതി തരും. അപ്പം നമ്മുടെ രണ്ടുപേരുടെയും പേര് ആളെ എഴുതി തന്നു കേട്ടോ. അപ്പം നല്ല രസമാണ്. പരമ്പരാഗത വേഷത്തിൽ മുടിയൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് ആളവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും പറഞ്ഞു എൻ്റെ പേര് എഴുതി തരാൻ. അപ്പോൾ എൻ്റെ പേരും എഴുതുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അവിടെ ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ സൂക്ഷിക്കാൻ നല്ലതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ പോക്കറ്റിൽ വെച്ചതായിരുന്നു. എൻ്റെ ബാഗ് വളരെ ചെറുതായതുകൊണ്ട് എൻ്റെ ബാഗിൽ അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പേരൊക്കെ എഴുതിച്ച ശേഷം പിന്നീട് അവിടെ കുറച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൈന മാളിൽ. അത് അവരുടേതായ പരമ്പരാഗതമായ കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആൾ ഭയങ്കരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊക്കെ നോക്കുന്നുണ്ട്, പിന്നെ കുറച്ചൊക്കെ നോക്കുന്നില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. എന്നാലും എനിക്ക് താല്പര്യം തോന്നിയില്ലെന്ന് പറയാൻ പറ്റില്ല. ഞാനെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കേട്ടോ. അപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഫുഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് എല്ലാ ഫുഡ് ഐറ്റംസും ഒക്കെ
എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പിന്നെ ഡയറ്റിങ് ആയതുകൊണ്ട് ഒന്നും വാങ്ങിച്ച് അങ്ങനെ തിന്നാനൊന്നും പറ്റില്ല. പക്ഷേ എല്ലാം അങ്ങനെ വെരിഫൈ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല കാര്യമായിട്ട്. നോക്കി കണ്ടു എങ്കിൽ പോലും എന്നെക്കാളും കൂടുതൽ എല്ലാ കാര്യങ്ങളും നോക്കാനും കാണാനും അറിയാനൊക്കെ ആൾക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ കയറിയിരിക്കുന്ന സൂപ്പർ മാർക്കറ്റിലേക്കാണേ. അപ്പോൾ കുറച്ച് ജ്യൂസോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്നുള്ള കണക്കൂട്ടലിലാണ്. അങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങി കണ്ടു. ഇതൊക്കെ ചൈനീസ് ഐറ്റംസാണ്. അപ്പോൾ ഇതിലെഴുതിയേക്കുന്ന പേരുകളെല്ലാം ചൈനയിലാണ് കേട്ടോ, ചൈന ലിപിയിലാണ്. അതുകൊണ്ട് നമുക്ക് അത് വായിക്കാനൊന്നും പറ്റില്ല. ചിലതിൽ മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, ബാക്കിയെല്ലാം തന്നെ ചൈന ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പം ഇങ്ങനെ ഒരു ഏരിയയാണ് കേട്ടോ, ഒരു പ്ലെയിൻ ഏരിയയാണ്. അതിലിങ്ങനെ ഒരു വലിയ ഒരു ഡോളൊക്കെ വച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ വേറൊരു ഏരിയയിലേക്ക് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എവിടെ പോയാലും ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. എല്ലായിടത്തും കയറി എല്ലാം കണ്ടും അറിഞ്ഞും, എക്സ്പെഷ്യലി ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാതെ ഒന്നും പോയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും കുറച്ച് ഡ്രസ്സ് മേടിക്കാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഷോപ്പിൻ്റെ പേര് അൻറ്റീസ് എന്നാണ് കേട്ടോ. അപ്പോൾ അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഞങ്ങളത് വായിച്ചപ്പോൾ ചിരിച്ചു കേട്ടോ. കാരണം അൻറ്റീസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ, അത് ഭയങ്കര വിചിത്രമായിട്ട് തോന്നും. നമുക്ക് മലയാളികൾക്ക് അത് കേട്ടാൽ ചിരി വരും കേട്ടോ. പക്ഷേ അത് മറ്റുള്ളവർക്കൊന്നും ബോറായിട്ടൊന്നും തോന്നുന്നില്ലായിരിക്കും. അപ്പം ഞാൻ മുകളിൽ നിന്നിട്ട് കുറേ ഷോപ്പുകളുടെയും ദുബായ് മാളിൻ്റെ ഉൾവശമാണ് കേട്ടോ. അപ്പം ആളിങ്ങനെ ഒരു ഫോൺ വന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ള കുറേ ഷോപ്പുകളുടെയും ഒക്കെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ കയറിയിരിക്കുന്നത് ഒരു പാകിസ്ഥാനി ഷോപ്പിലാണ് കേട്ടോ. പാകിസ്ഥാനി കുർത്തികളൊക്കെ വിൽക്കുന്നതാണ്. ഭയങ്കര വിലയാണ് കേട്ടോ. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ നേരമൊക്കെ നോക്കിയിട്ട് നമുക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അല്ലാത്ത ഷോപ്പിൽ നിന്ന് കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകളാണ് കേട്ടോ അതൊക്കെ. ഞാൻ അധികമൊന്നും മേടിച്ചില്ല, പക്ഷേ ആൾ കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാകിസ്ഥാനി ഡ്രസ്സസിൻ്റെ ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണേ. കാരണം കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അധികമായിട്ടൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറി തിരിച്ചു പോരാനുള്ള പരിപാടികളാണ് കേട്ടോ. കാരണം സമയം കുറേ ആയി, മുഴുവനൊന്നും നോക്കി കാണാൻ പറ്റിയില്ല. ബുർജ് ഖലീഫ കാണാൻ പറ്റിയില്ല. സമയത്തിൻ്റെ പരിമിതി മൂലം പെട്ടെന്ന് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ആളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ചെറിയ ദിവസം സന്തോഷകരമായി